मेरा प्रिय दर्शकों, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ മേരെ സാഥി. Yesterday I given you some hints of prepositions. That's Gadi. Okay, then prepositions are 80 numbers. Okay, the first one is noun. Nama, naam Hindi mein. What's it? Noun is the name of a person, place or thing. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരാവാം, അല്ലേ, ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, ഒരു സാധനത്തിൻ്റെ പേരാവാം, അല്ലേ. ഇറ്റ്സ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഓക്കെ, അപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ ഐ ഗിവ് യു എ നെയിം, എനി നെയിം, Raju, Geeta, like that. Then place, Calicut, Delhi, like that. Then thing means table, chair, anything, pen. Okay, that's noun. Then second one, pronoun, sarvanoun. Its definition, instead of nouns, pronouns are used. You know, സർവനാമം എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. ഇപ്പം നമ്മളൊരാളെ എടുത്തു പറയാതെ ഞാൻ, നീ, അവർ, അല്ലേ, അവൾ, അവർ, ഞങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. നീ, നിങ്ങൾ, അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഐ, then he, she, you, they, then we, like that, each. They are all are nouns. I, le, ma'am, tu, tum, aap, wah, we, like that. That's all that. They are all pronouns. Okay, then third one, adverb. That's adverb. An adverb modifies a noun. വിശേഷണം അല്ലേ എന്ന് പറയാം. നമുക്ക് എന്താണ് നാമവിശേഷൻ ഓർ നാമവിശേഷൻ. ഇപ്പോൾ നമ്മൾ പറയാം ഹീസ് എ ഗുഡ് ബോയ്, അല്ലെ, അവൻ നല്ലൊരു കുട്ടിയാണ്, ഗുഡ്. ദെൻ ബാഡ്, വേഴ്സ്റ്റ്, ലൈക്ക് ദാറ്റ്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് വെർബ്. വാട്ട്സ് വെർബ്? വെർബ് മീൻസ്, വെർബ് ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ ഓർ എ സിറ്റുവേഷൻ. അല്ലെ, ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സാഹചര്യം, ഇതിനെ സൂചിപ്പിക്കുവാനാണ് എന്തുപയോഗിക്കുന്നത്? വെർബ് ഉപയോഗിക്കും, അല്ലേ. ഹി ഈസ് റണ്ണിങ്, ഷീ ഈസ് വാക്കിംഗ്, ഓ റൺ കത്താ ഹേ, അല്ലേ. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് വെർബ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ആഡ്വർബ്. ആൻ ആഡ്വർബ് ക്ലാരിഫൈസ് എ വെർബ്. ക്ലാരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക. ഇതുപോലെ നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു, അല്ലേ. നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അതുപോലെ ഇവിടെ വെർബിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആഡ്വർബ് യൂസ് ചെയ്യും, അല്ലേ. ഇപ്പം എന്ത് പറയാം? ഹി ക്യാൻ റൺ ഫാസ്റ്റ്, അല്ലേ. ഷീസ് ഡാൻസിങ് വെരി വെൽ, ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് പ്രിപ്പോസിഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. യെസ്റ്റർഡേ ഐ ടോൾഡ് യു. വളരെ. അതുപോലെ മറ്റൊരു കാര്യം പറയും, നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ പ്രിപ്പോസിഷൻ. ഒരുപാട് തെറ്റുകൾ വരാം, സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ മാറി. എനിവേ, I will give you this class's preposition tomorrow onwards. Okay, now don't forget to watch my channels, my YouTube link, Step Up with English, Prakash TK Menon. Subscribe it, otherwise you can get the continuation of the classes, then share it maximum as you can. Okay, then my Facebook link, Prakash TK Not, Step Up with English 108, Action Yard, following and share, and Instagram my link, Prakash TK7 Saad. It's also following and share. Okay, then see you in my next